KGF, പുഷ്പ ഈ രണ്ട് പടങ്ങൾ ഹിറ്റായതോടെ അതേ ഫോർമുലയിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങാൻ തുടങ്ങി. ആ കൂട്ടത്തിലേക്ക് ലേറ്റസ്റ്റ് ആയി വന്ന പുതുപുത്തൻ പഴഞ്ചൻ സിനിമ മട്ക ദ റൈസ് ഓഫ് വാസു. അതെ, അവന്റെ പാത്രത്തിലെ റൈസ് തട്ടി താഴെട്ട് വില്ലനെ തീർക്കുന്നതോടെ വാസുവിന്റെ റൈസ് ആരംഭിക്കുകയാണ്. ചില പടങ്ങളിലെ ചില സീനുകൾ കാണുമ്പോൾ ക്രിഞ്ചായി തോന്നിയേക്കാം, പക്ഷെ ഈ പടത്തിലെ നായകന്റെ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോഴേ തോന്നി പടം ഏത് കോലത്തിലായിരിക്കുമെന്ന്. കുറച്ച് പോലീസുകാർ കൂടി നിന്ന് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊരുത്തൻ ബോറടിക്കുന്നു, എന്തേലും കഥ പറയാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ കൂടെയുള്ളവൻ ഒരു തിമിംഗലത്തിന്റെ കഥ പറയാന്നും പറഞ്ഞ് തുടങ്ങുകയാണ്. ഏതോ നാട്ടിൽ നിന്ന് കപ്പൽ കയറി അതിഥികളായി വന്നവരാണ് സലാറിലെ രാജുവേട്ടനും അമ്മയും. അങ്ങനെ വന്നവർക്ക് അവിടെ പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അന്നേരം രാജുവേട്ടന് മാത്രം പൊതിച്ചോറ് കിട്ടി, അമ്മയ്ക്ക് കിട്ടിയില്ല. അമ്മ ചോറ് വാങ്ങാൻ പോയ നേരം രാജുവേട്ടൻ ഇവിടെ 2 ചെറുക്കന്മാരെ കണ്ടുമുട്ടുന്നു. 2 പേരും അനാഥരാണെന്നറിഞ്ഞ രാജുവേട്ടൻ അവരെ 2 പേരെയും തന്റെ സഹോദരങ്ങളായി സ്വീകരിക്കുന്നു. അങ്ങനെ അമ്മ, രാജുവേട്ടൻ, തന്റെ 2 സഹോദരങ്ങളും ഇരുന്ന് ഫുഡ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ വില്ലനായ തീറ്ററപ്പായി വരുന്നത്. തീറ്ററപ്പായി വന്ന് ചോറ് തട്ടിപ്പറിക്കാൻ നോക്കും. അവസാനം 2 പേർക്കും കിട്ടാതെ ചോറുമ്പുതി താഴെ വീഴും. അതോടെ രാജുവേട്ടൻ ജോസേട്ടനായി മാറും. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കൊടൂര വില്ലൻ തീറ്ററപ്പായനെ കൊന്ന രാജുവേട്ടന് ജയിലിൽ പോകേണ്ടി വരുന്നു. ജയിലിനുള്ളിൽ രാജുവേട്ടന് പലതും സഹിക്കേണ്ടി വരുന്നു. പക്ഷെ അടികൊണ്ട് ചന്തി പഴുത്തിട്ടും അതിലൊന്നും തളരാതെ റോക്കി ബാനെയും പുഷ്പേനെയും മനസ്സിൽ ധ്യാനിച്ച് 2 മാസ ഡയലോഗുകൾ അങ്ങ് പറയും. ഞാൻ തല്ലിയ സാർ ചത്തുപോകും. പ്രോമിസ്. സോറി. പറഞ്ഞ പോലെ തന്നെ പല ചപ്പടി വിദ്യകളും കാട്ടി രാജുവേട്ടൻ ജയിലിനുള്ളിലെ ഡോണായി മാറും. രാജുവേട്ടൻ വെറുതെ ഒന്ന് കണ്ണുരുട്ടിയാൽ മതി, മുട്ടയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഇത് കട്ടതിനല്ലേ നിങ്ങൾ എന്നെ പൊക്കിയത്? തൊണ്ടി മുതലാണ് ഇത് പൊട്ടിയാൽ ആദ്യം കൊടുക്കുന്നത് നിങ്ങളായിരിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രാജുവണ്ണൻ വളർന്നു വലുതായി വാസുവണ്ണനായി മാറും. വാസുവണ്ണൻ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. 2 സഹോദരങ്ങളെ കാണുന്നു. അവരോടൊപ്പം ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എത്രയാ നീ വരുന്നോ? ഇവള് വരില്ല, ഞാൻ വരാം. ഒരാളെങ്കിൽ 1 രൂപ, 3 പേരാണെങ്കിൽ 3 രൂപ. ചേട്ടനകത്ത് മറ്റേ പരിപാടി ചെയ്യുമ്പോൾ അനിയൻ അതിന് വിളക്കം പിടിച്ച് കാവലിരിക്കുന്നു. നല്ല ബെസ്റ്റ് ഫാമിലി. അതേടെ വട്ടച്ചെറുക്കൻ നാണംകെട്ട കുടുംബമാന്നേ. ഇതുപോലെ ഒരു നാണംകെട്ട കുടുംബത്തിൽ ജനിച്ചു പോയല്ലോ എന്നുള്ള വേദനയും വിഷമവും കൊണ്ട് ചുമ്മാ അതിൽ കൂടെ നടക്കുമ്പോഴാണ് പുഷ്പയിലെ കൊണ്ടാറടിനെ കാണാനിടയാവുന്നത്. ചന്ദനത്തടി കച്ചവടത്തിനൊക്കെ ഒരുപാട് മുമ്പ് ഇങ്ങർക്ക് മാർക്കറ്റിൽ തേങ്ങാ കച്ചവടമായിരുന്നു ജോലി. കച്ചവടത്തിലെ പാതി പങ്കെനിക്ക് വേണം, തരാൻ പറ്റുമോ? ഒരു ദിവസം കൊണ്ടാറടിയെ കൊല്ലാൻ വരുന്ന 2 ഭീകരി ചെക്കന്മാരെ തല്ലുന്നതോടെ കിഷോർ വന്ന് വാസോണ്ണനാണ് ഇനി മുതൽ ഈ മാർക്കറ്റിന്റെ നേതാവെന്ന് പ്രഖ്യാപിക്കും. കിഷോറാണ് ഈ പടത്തിലെ കണ്ണൻ ബായ്. ഇനി എന്തോന്ന് നോക്കാൻ കലാപക്കാര പാട്ടിട്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്നു. കലാപക്കാരെ നിങ്ങൾ മറന്നിടാതെ മോഹത്തളങ്കിലാക്കും ഞാനോ നിരന്തരം. പോലും പരാതിയില്ല, കൂടെ സവാരിയാകാൻ പോരുന്നു. വാസുവണ്ണൻ അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്ത് അത്യാവശ്യം ചെറിയൊരു ഗാങ്സ്റ്റർ ലെവലിലേക്ക് എത്തുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും വിശദമായിട്ട് പോലും ഈ പടത്തിൽ കാണിക്കുന്നില്ല. വെറുതെ ഒരു സീൻ കാണിക്കുന്നു, അടുത്ത സീൻ കാണിക്കുമ്പോൾ അങ്ങേര് വലിയ നിലയിലെത്തിയതായിട്ടും കാണിക്കുന്നു. വാസുവണ്ണന്റെ കല്യാണ ഫൈറ്റിനിടയ്ക്ക് കണ്ണമ്പായുടെ പള്ളക്ക് കത്തി കയറുന്നു. അതോടെ കണ്ണമ്പായുടെ എല്ലാ ബിസിനസ്സുകളുടെയും ചുമതല വാസുവണ്ണൻ ഏറ്റെടുക്കുന്നു. നായകൻ തന്നെ ഗോഡ് ഫാദറിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അതേപോലെ മട്കയാണെങ്കിൽ എല്ലാ ഗാങ്സ്റ്റർ പടങ്ങളിൽ നിന്നും ഇൻസ്പയർ ആയതും, ഡയലോഗ് ഉൾപ്പെടെ. ഒരിക്കൽ മുംബൈ ചെന്ന് ബീഡി മരിച്ച് കുത്തിയിരിക്കുന്ന ടൈമിലാണ് കുറെ പേര് കളം മരിച്ച് കളിക്കുന്നത് വാസുവണ്ണന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. മാമച്ചന് കളി അറിയോ? അന്നേരം അത് തന്നെ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ വാസുവണ്ണൻ തീരുമാനിക്കുന്നു. അതിനങ്ങേറിട്ട പേരാണ് മട്ക.
മഡ്ക അങ്ങനെ വലിയ ഫേമസ് ഗെയിമായി മാറി. വാസുവണ്ണന്റെ കൈകളിലൂടെ കോടികൾ ഒഴുകിയെത്തി. ഇതോടെ ഇല്ലീഗൽ ഗെയിമിന്റെ ലീഡറായ വാസുവണ്ണനെ തീർക്കാൻ പ്രൈം മിനിസ്റ്റർ ആളെ ഇറക്കുന്നു. ഒരു ദിവസം രാത്രി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വാസുവണ്ണന്റെ ഭാര്യനെയും മക്കളെയും വില്ലൻ ഗ്യാങ് വന്ന് കൊന്നേച്ചു പോകും. ഇതിനിടയ്ക്ക് ആനമുഴുത്ത തോക്കുകളും കൊണ്ട് വാസുവണ്ണന് നേരെ വില്ലൻ ഗ്യാങ് വെടിവെക്കുമ്പോഴും വാസുവണ്ണൻ വെറും 6 ബുള്ളറ്റുകളുള്ള പഴയ മോഡൽ റിവോൾവർ വെച്ച് 10-20 പേരെ കൊന്നു തീർക്കും. 2 ടീമുകൾ തമ്മിൽ വെടിവെപ്പ് നടത്തുമ്പോൾ നായകന് നേരെ വെടിവെക്കുന്ന വില്ലന്മാരെല്ലാം ഷാർപ്പ് ഷൂട്ടർമാരായി മാറാറുള്ളത് ഒട്ടുമിക്ക സിനിമകളിലും സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷെ ഈ 6 വെടിത്തോക്കൊക്കെ വെച്ച് മെഷീൻ ഗണ്ണൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന 10-40 പേരെ വെടിവെച്ച് കൊല്ലുക എന്ന് വെച്ചാൽ കാണുന്നവന്മാരെയൊക്കെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണിത്. ഈ നാണംകെട്ട ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തിക്കൂടെ ഡാഡി എന്ന് മോള് ചോദിക്കുമ്പോൾ വാസുവണ്ണൻ ഒരു ബന്ധുവില്ലാത്ത ആട്ടിൻകുട്ടിയുടെ നരിയുടെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടിയാട് അതിന്റെ അച്ഛനെയും അമ്മയെയും മറ്റാടുകളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു, ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ വായിൽ കുള്ളിപ്പും വെച്ച് ട്രിപ്പായിട്ടിരുന്ന് സംസാരിക്കുന്നതായി തോന്നിയേക്കാം. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ അങ്ങേര് മാനറിസം കാണിക്കുന്നതാണെന്ന്. അവസാനം തന്റെ എല്ലാ എതിരാളികളെയും കൊന്ന ശേഷം വാസുവണ്ണൻ കപ്പലിൽ കയറി നാട് വിടും. ഒരന്തവും കുന്തുമില്ലാത്ത ഈ കഥ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. It's the biggest piece of dog shit